അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഈരാറ്റുപേട്ടയിൽ നിന്നും. ഈരാറ്റുപേട്ട കളത്തുക്കടവ് മൂന്നിലവ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി. ഈരാറ്റുപേട്ടയിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. അഖിൽ ഈരാറ്റുപേട്ടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അഖിൽ, ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇടുക്കിയിലൊക്കെ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി എന്ന വിവരവും കൂടി, ഈരാറ്റുപേട്ടയിൽ പലയിടങ്ങളിലും താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി എന്നൊരു വിവരം വരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഡോക്ടർ അരുൺകുമാർ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്ന വഴിയിലാണ്. അതായത് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ നാലുപാടും വെള്ളം കയറിയിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കോട്ടയത്ത് നിന്ന് വന്ന വഴിക്ക് കയറാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇപ്പോൾ മറുവശത്ത് കൂടി വന്നപ്പോൾ അവിടെയും അസമാനമായ രീതിയിൽ തന്നെ വീടുകളിലേക്കും ഒക്കെ, സമീപത്തെ വീടുകളിലേക്കൊക്കെ കാണിച്ചാൽ അവിടെയുള്ള വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളം കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി വീടുകളിലേക്ക്, തൊട്ട് ഇടതുവശത്തെ വീട്ടിലേക്കും വലതുവശത്തെ വീട്ടിലേക്കും ഒക്കെ തന്നെ, അതായത് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ്. വലിയ തോതിലുള്ള ഒരു വെള്ളക്കയറ്റം തന്നെയാണ് ഉപയോഗിച്ചത്. നാട്ടുകാരൊക്കെ ഉണ്ട്. ചേട്ടാ, എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ? മൊത്തം വെള്ളം കയറി 12:30 ആയപ്പോഴത്തേക്ക് വെള്ളം താഴെയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് കയറി വരികയത്. ഞങ്ങളുടെ ഓഫീസും കാര്യങ്ങളെല്ലാം, വണ്ടിയെല്ലാം വെള്ളം കയറി എല്ലാം നശിച്ച്. അതുപോലെ ആ വീട്ടിൽ നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നും അറിയാൻ വരെ സാധ്യതയായിരുന്നു. എല്ലാം കറണ്ടും പോയി, എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. 12 മണി വരെ താഴെയായിരുന്നു വെള്ളം. അതിനുശേഷമാണ് വെള്ളം കയറിയത്. ഒന്നും ചെയ്യാൻ മേലാത്ത, അവിടെ നിന്ന് ആ കരയിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ മേല, ഈ കരയിൽ നിന്ന് അങ്ങോട്ടും വരാൻ മേല. ഒറ്റപ്പെട്ട ഒരു ഗ്രാമം പോലെ ആയിപ്പോയി. നഗരത്തിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പോലും വണ്ടി പോകാൻ സാധിച്ചില്ല. ഇതുവരെ വണ്ടി പോകാൻ സാധിച്ചിട്ടില്ല. 12 മണിയാകുമ്പോൾ ബ്ലോക്ക് ആയതാണ്. 12 മണി കറണ്ട് പോയി ശേഷം ഒന്നും അറിയത്തില്ല. കൂറാക്കൂരി ഇട്ടിട്ട് ഇവിടെ 10-15 പേര് ഞങ്ങളൊരു വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരമാവധി എടുക്കാവുന്നെല്ലാം എടുത്തു. നഗരത്തിൽ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. നഗരത്തിൽ നല്ല ഭയങ്കരമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഓണ സമയത്ത് എല്ലാ പർച്ചേസെല്ലാം ചെയ്തെല്ലാം റെഡിയായിരിക്കുന്ന സമയമായിരുന്നു. പിന്നാണെങ്കിലും ഭയങ്കരമായി പോയി. മാറ്റി തുടങ്ങി തോന്നുന്നു അവിടുത്തെ ഒരു വീടുകളിൽ നിന്നൊക്കെ. ഒന്നും സാധിച്ചില്ല. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കില്ല. കൂറാക്കൂരിട്ടിൽ 1:30 മണി രാത്രി 1:30 മണിക്ക് ശേഷമാണ് നല്ലപോലെ വെള്ളം കയറി വരുന്നത്. ഇതിങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്ര ഇല്ലായിരുന്നു. ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് വന്നിട്ടില്ല. എനിക്ക് 52 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി വാങ്ങിച്ചില്ല. ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇവിടെ നിന്നെല്ലാം മാറ്റുക ചെയ്തത്. ഈ വണ്ടി മാറ്റാൻ സാധിച്ചില്ല. ആ വണ്ടിക്കുള്ളിൽ കയറി വീട്ടു ഓഫീസ് പോലെ അവരുടെ വീട്ടിന് കുറച്ച് വെള്ളം താണതാണ്. ആ വര അവിടം വരെ വെള്ളം കയറിയതാണ്. ആ വര കണ്ട, ആ വര കൊണ്ട് വെള്ളം ഉണ്ടായിരുന്നു. ഡോക്ടർ അരുൺകുമാർ, നമുക്ക് ഒരുപക്ഷെ ഇവിടെ എത്രത്തോളം ഉണ്ടായിരുന്നു? അതായത് ഈ വണ്ടിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അതായത് എൻ്റെ ഹൈറ്റ്, എൻ്റെ ഉയരത്തിനോളം, എൻ്റെ മൂക്കിൻ്റെ ഭാഗത്തോളമാണ് ഏകദേശം ഈ വെള്ളം കയറി. അതായത് ഈ വണ്ടിയുടെ പാടെന്ന് പറയും ഇത്രത്തോളമാണ്. അതായത് എൻ്റെ ഉയരത്തിനനുസരിച്ച് ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അതായത് ആ വെള്ളം കയറിയതാണ്. ഇപ്പോൾ താഴ്ന്നതാണ്. ഇന്നലെ രാത്രി 12 മണിയോടെയൊക്കെ എൻ്റെ ഉയരത്തിൽ ഇവിടെ നിലത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കയറിയിട്ടുണ്ട്. ഇത്രത്തോളം വെള്ളം ഒന്നും മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു വീടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കൃത്യമായി വീടിനെ കാണാൻ സാധിക്കും. അതായത് അത്രത്തോളം വെള്ളം ഇരച്ചു കയറിയിരിക്കുന്നു എന്നുള്ളത്. അതായത് ഉരുൾപൊട്ടലിന്റെയും ആ കുത്തിയൊലിച്ച് വന്ന വെള്ളത്തിന്റെയും ഒക്കെ ഭീകരത ഒരു പക്ഷേ ഈ അടയാളങ്ങൾ, ഇവിടെയുള്ള ഈ പാടുകളുണ്ട്. ഈ വണ്ടി പൂർണ്ണമായും നശിച്ചു. സ്വാഭാവികമാണ്, എഞ്ചിനകത്തേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ടാവും. വണ്ടി നശിച്ചു എന്നുള്ള കൃത്യമായി, അതായത് ഒരാളുടെ ഉയരത്തിനനുസരിച്ച് ഉള്ള വെള്ളം അത്രത്തോളം ഈ നിലത്ത് നിന്ന് മാത്രം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള വീടുകൾ, ആ വീടിന്റെ ഉള്ളിലേക്കൊക്കെ കയറിയത് അവരൊരു ഏതെങ്കിലും തരത്തിൽ, അത് 2 നില വീടായതുകൊണ്ട് അവർ മുകളിലേക്കൊക്കെ മറ്റും കയറി കാണും. ഇപ്പോൾ ആ ഉള്ളിലേക്ക് കയറിയ വെള്ളം മറ്റുമൊക്കെ അവർ വൃത്തിയാക്കുകയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഈ സമീപത്ത്, ഈ പ്രദേശത്ത്, ഈ ചുറ്റുവട്ടത്തുള്ള വീടുകൾ, നിരവധി വീടുകളിലേക്ക് കയറി. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ നഗരത്തിനുള്ളിലേക്ക് നമുക്ക് ഇപ്പോഴും പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈരാറ്റുപേട്ട നഗരത്തിനുള്ളിലേക്ക് നമുക്ക് ഇപ്പോഴും കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നഗരത്തിന് തൊട്ട് മുൻപായി തന്നെ നിൽക്കുകയാണ്. അവിടുത്തെ ഒരു അവസ്ഥയാണ്. നഗരത്തിൽ ഇതിലും ഭീകരമാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ അവിടെയുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന 2 നില വീടിന്റെ ഒരു നിലയുടെ മുകളിലേക്ക് പോലും വെള്ളം കയറിയിട്ടുണ്ട്. അതായത് 2018 പ്രളയത്തിൽ, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്, 2018 പ്രളയത്തിൽ പോലും ഇത്രത്തോളം വെള്ളം കയറിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മറ്റാളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആളപായങ്ങളോ ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഒരു ആളപായം റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അത്ര ശുഭകരമല്ലാത്തൊരു വാർത്ത വരുന്നത് അത് പയ്യാനിത്തോട്ടത്തിൽ നിന്നാണ്. തീക്കോയി പയ്യാനിത്തോട്ടം, പുഞ്ഞർ തെക്കേക്കര തീക്കോയി പയ്യാനിത്തോട്ടത്തിൽ നിന്നാണ് ഇത്തരം സംഭവം വരുന്നത്. അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി. പയ്യാനിത്തോട്ടത്തിൽ ഒരു ഉരുൾപൊട്ടത്തിൽ ജോസ്വിൻ, പുഞ്ഞർ തെക്കേക്കര സ്വദേശി ജോസ്വിൻ മരിക്കുകയും അമ്മ റെജീനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിനുവേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. അഖിൽ സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യും. അഖിൽ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. പല ദൃശ്യങ്ങളും അല്പം ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഇടുക്കിയിലേക്കൊന്ന് പോകണം. ഇടുക്കി ഏലപ്പാറയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ഇപ്പോൾ വെള്ളം കയറിയ ഒരു സ്ഥലത്ത് നിന്നാണ് തത്സമയം ചേരുന്നത്. രാഹുൽ, നമുക്ക് അവിടുത്തെ കാഴ്ചകൾ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോഴെങ്ങനെയാണ്? മഴ തുടരുകയാണോ ഇപ്പോഴും? രാഹുൽ, എനിക്കൊന്ന് ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതേപോലെ
പത്തനംതിട്ടയിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ റാന്നിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കി ചപ്പാത്തിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മഴ ചെറിയതായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ. പക്ഷേ അടുത്ത 3 മണിക്കൂറിൽ കനത്ത മഴ പ്രതീക്ഷിക്കണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നമുക്ക് റാന്നിയിൽ കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അവിടെയുള്ള ദൃശ്യങ്ങളും അല്പം ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ പ്രളയത്തിന് സമാനമായ രീതിയിൽ റാന്നി ടൗണിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതേപോലെ ഈരാറ്റുപേട്ട ടൗണിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആളുകൾ താഴ്ന്ന ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുന്നുണ്ട്. പയ്യാനിത്തോട്ടിൽ മകൻ ജോസ്വിൻ മരിച്ചു. അമ്മയെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴും വീടിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. പ്രേക്ഷകർക്ക് കാണാം പലയിടങ്ങളിൽ ആളുകൾ ഈ നടന്നു പോകുന്നത് റോഡിലൂടെയാണ് നടന്നു പോകുന്നത്. പക്ഷേ റോഡ് പലയിടങ്ങളിലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം ഒരു പുഴ പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും തോടുകളല്ല, അതൊക്കെ റോഡുകളാണ്, ദേശീയപാതകളാണ്, മലയോര ഹൈവേ ആണ്. ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. പല ജംഗ്ഷനുകളും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അപ്രതീക്ഷിതമാണ് രാത്രി 12:00 ശേഷം വെള്ളം കയറി വന്നത് എന്നാണ് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ളവർ പറയുന്നത്. ഇത് വീടിനുള്ളിൽ നിന്നുള്ള ഏലപ്പാറയിൽ വീടിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീടിനുള്ളിൽ ഏകദേശം കാൽപാദവും കഴിഞ്ഞ് മുട്ടോളം വെള്ളം ചിലയിടങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ സ്വീകരണ മുറിയാണ്. വീടിനുള്ളിൽ വെള്ളം കയറിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. അവിടെ നിന്നും നമ്മുടെ രാഹുൽ ഉണ്ട്. രാഹുൽ, ഇത് പുഴയോട് ചേർന്നുള്ള വീടൊന്നും അല്ലല്ലോ, ഇത് കുറച്ചുകൂടി അകലെ നിൽക്കുന്ന വീടല്ലേ? അവിടേക്കാണോ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്? ഇത് തോടിനോട് ചേർന്നുള്ള വീടാണ്. ഈ വീടിനകത്താണ് പുലർച്ചയോട് കൂടി വെള്ളം കയറിയത്. ഏതാണ്ട് ഭിത്തിയുടെ പകുതിയോളം വെള്ളം കയറിയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ വീടിനകത്തൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ കുറഞ്ഞതോട് തന്നെ വെള്ളം കുറച്ചിറങ്ങിയിട്ടുണ്ട്. പക്ഷേ വീടിന്റെ അകത്ത് പൂർണ്ണമായും ചെളിയും മണ്ണൊക്കെ പതിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഈ കാണുന്ന പോലെ തന്നെ എന്തോരം വെള്ളം കയറിയത് കൃത്യമായി കാണാൻ സാധിക്കും. ഈ വീടിന്റെ ഇത്രത്തോളം വെള്ളം ഉയർന്നിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. തൊട്ടപ്പുറത്തായി ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ തോടിൽ നിന്നും ക്രമാതീതമായി ജലനിരപ്പ് ഇതിന്റെ അകത്തേക്ക് കയറിയതാണ് ഈ വീടിന്റെ അകത്ത് വെള്ളം കയറാൻ ഇടയാക്കിയത്. ഈ വീട് മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിരവധി വീടുകളിൽ ഇതിന് സമാനമായിട്ട് നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഴ കുറഞ്ഞതിന്റെ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ പുറത്ത് വീണ്ടും മഴ ശക്തമാകുന്നതിന്റെ ആശങ്കയും ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് 10ഓളം വീടുകളിൽ ഏകദേശം 10-15ഓളം വീടുകളിൽ ഈ പ്രദേശത്തെ വെള്ളം കയറിയിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും താൽക്കാലികമായി വെള്ളം ഇറങ്ങിയതിന്റെ ഒരു ആശ്വാസം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ സാധന സാമഗ്രികൾ ഉൾപ്പെടെ നശിക്കുകയും ചെയ്തു. കാരണം ഈ സാധനങ്ങളൊന്നും അവർക്ക് കൃത്യമായി മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള ഒരു സാവകാശം അവർക്ക് ലഭിച്ചില്ല. അതിവേഗത്തിൽ വെള്ളം കയറി എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാത്തതിന്റെ ഒരു ആശ്വാസം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, രാഹുൽ സുരേഷാണ് ഏലപ്പാറയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റ് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട്. അതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാവുന്നതാണ്. കൂടുതൽ വെള്ളം കയറിക്കിടക്കുന്ന പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. പലരും ടൗണിൽ വെള്ളത്തിലൂടെ നീന്തി നടന്നുമൊക്കെ വരുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ, ഇത് കോലാഹലമേട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ട് ആ കോലാഹലമേട്ടിൽ നിറയെ മഞ്ഞ്, ഇതാ നോക്കൂ, അതാണ് നേരത്തെ പറഞ്ഞത്. ഏകദേശം ഒരു 50 മീറ്റർ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് ഈ വീട്ടിലെ 2 മുറികളിലേക്ക് വീഴുകയായിരുന്നു. ഈ കോലാഹലമേട്ടിലാണ് ജസ്വിൻ ഉണ്ടായിരുന്നത്. ജസ്വിനെ കണ്ടെത്തി, പക്ഷേ ജീവനോട് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ജസ്വിൻ്റെ അമ്മ, ക്ഷമിക്കണം, ഇത് പ്രഭാകരനെ കണ്ടെത്തി. പ്രഭാകരനെ പക്ഷേ ജീവനോടെ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. പ്രഭാകരൻ്റെ കൂടെ അവിടെ വീട്ടിൽ താമസിച്ചിരുന്നത് ലീലാമ്മയാണ്. ലീലാമ്മയെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. മൊത്തം ആ വീടിൻ്റെ ഒരു ഭാഗത്ത് നിറയെ ഈ ചെളിയും വെള്ളവും വന്ന് അടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്. JCB കൊണ്ടുവന്ന് മണ്ണ് സാവധാനം മാറ്റുന്നു. അവിടെ ഒരു ആൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ മൂടൽമഞ്ഞ് ആ പരിസരത്തുണ്ട്. ഇപ്പോഴും മഴ അവിടെ പൂർണ്ണമായിട്ടും നിലച്ചിട്ടില്ല. മഴ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ചാറ്റൽ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് കോലാഹലമേട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകും. ഒപ്പം തന്നെ ഇടുക്കിയിൽ പലയിടങ്ങളിലും, വാഗമൺ, പത്തനംതിട്ടയിലാണെങ്കിൽ റാന്നിയിൽ, കോട്ടയത്താണെങ്കിൽ ഈരാറ്റുപേട്ട, വാഗമൺ ഭാഗത്ത്, അതേപോലെ തൊടുപുഴയിൽ, ആലക്കോട് 2 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്.
കൊടക്കച്ചിറയിൽ മാർട്ടിൻ, പാറയ്ക്കൽ മനോജ് എന്നിവരുടെ വീടുകളാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ബിനു, മാർട്ടിൻ എന്നിവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മലപ്പുറം കോട്ടയ്ക്കൽ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മണ്ണിടിഞ്ഞ് വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പലയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ്. റിപ്പോർട്ടർമാരെല്ലാവരും ഫീൽഡിൽ നിന്ന് തന്നെ തത്സമയം വിവരങ്ങൾ നൽകാനായി പ്രേക്ഷകർക്കൊപ്പമുണ്ട്. ഇടുക്കിയിൽ നിന്ന്, കോട്ടയത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, റാന്നിയിൽ നിന്ന്, കോലാഹലമേട്ടിൽ നിന്ന് ഒക്കെ തത്സമയം വിവരങ്ങൾ നൽകാൻ നമ്മളുടെ റിപ്പോർട്ടർമാരുണ്ട്. പൊന്മുടിയിൽ ഇക്കോ ടൂറിസം അടച്ചു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അതുകൊണ്ട് പൊന്മുടിക്ക് യാത്ര പ്ലാൻ ചെയ്തിരുന്ന ആളുകൾ, മലയോര മേഖലയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തിരുന്നവരൊക്കെ യാത്ര മാറ്റിവെക്കുക. കോട്ടയത്തും ഇടുക്കിയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നു. 3 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്.